നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എൻ്റെയും റെഡ് റോസസിൻ്റെയും ദീപാവലി ആശംസകൾ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ദീപാവലി പറഞ്ഞാൽ എന്താ? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അല്ലേ? അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിലും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയിലും വെളിച്ചം പരക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ. ദീപാവലി പ്രമാണിച്ചിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ് നമുക്ക് ഉണ്ടാക്കണ്ടേ? കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു കടലമുട്ടായി ഉണ്ടാക്കണമെന്ന്. കടല മേടിച്ചു കൊണ്ടുവരും, അത് അവിടെ അങ്ങനെ ഇരിക്കും, വറക്കും, പിന്നെ അത് കഴിക്കും. ഇപ്രാവശ്യം ഞാൻ എന്തായാലും കടലമുട്ടായി എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് നല്ലൊരു കടലമിഠായി ഉണ്ടാക്കി. ചിക്കി നന്നായിരുന്നു. അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വന്ന് ഈ ഇൻട്രോ എടുക്കണത്. അത് ഉണ്ടാക്കിയിട്ട് നന്നായെങ്കിൽ മാത്രമല്ലേ ഇൻട്രോ എടുക്കണ്ടു. അപ്പോൾ നമുക്ക് കടലമിഠായി ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണാം. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എൻ്റെയും റെഡ് റോസസിൻ്റെയും നല്ല പ്രഭാപൂരിതമായ ദീപാവലി ആശംസ. ദീപാവലിക്ക് ഞാൻ കപ്പലണ്ടി മുട്ടായി അഥവാ ചിക്കിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് കൊണ്ട് നല്ല പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതേ കപ്പ് കൊണ്ട് 2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ശർക്കരയുടെ അതേ അളവിൽ തന്നെ 2 കപ്പ് കടല. ഈ കടല വറുത്ത കടലയാണ്, എന്നാലും നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ കടലയൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കണം. വല്ലാതെ ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ഇത് പാകത്തിന്. ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഈ കടല 2ആയിട്ടാവും കേട്ടോ. കടല ഇത്ര ഫ്രൈ ആയാൽ മതി. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൽ കിടന്നിട്ട് ഇനിയും കരിയും. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റട്ടെ കേട്ടോ, ഒരു പ്ലേറ്റ്. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഇതിൽ ഇങ്ങനെ ഉരുണ്ട് കിടക്കണ ഇതുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ കൈകൊണ്ട് തണുത്തതിന് ശേഷം 2ആക്കി എടുക്കാം കേട്ടോ. പരന്ന ഒരു പലകയുടെ മുകളിൽ ഞാൻ ഈ അലൂമിനിയം ഫോയിൽ റാപ്പ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇതിന്മേൽ തടവി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ കടലമിഠായി പെട്ടെന്ന് സെറ്റാവും ശർക്കര പാവിൽ. അപ്പം അതിനു മുമ്പ് അതിന് വേണ്ടതൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഇത് നമുക്ക് ഇതിന് പരത്തി കൊടുക്കാം. കടലമിഠായി ഇതുമ്മിലാണ് നമ്മൾ ചൂടോർക്കനെ പരത്ത്. ഇത് മുറിക്കാൻ വേണ്ടിയുള്ള കത്തിയില്ലേ, അതൊക്കെ നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം. അതുമ്മിൽ നമുക്ക് നെയ്യ് പരത്തി കൊടുക്കാം. പിന്നെ ഇതൊന്നിങ്ങനെ പരത്താൻ വേണ്ടി ഒരു റോളർ വേണം. അതുമ്മിൽ നമുക്ക് ഈ നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. ഇത് 3 ആദ്യം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ എളുപ്പമായി. ഇനി നമുക്ക് ശർക്കര പാവ് കാച്ചും. 2ആയി പിളരാത്ത കപ്പലണ്ടിയൊക്കെ ഒന്നങ്ങോട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കാം. അപ്പോൾ അതൊക്കെ 2ആയി കൊണ്ട് പിളരും. കണ്ടോ, ഒരുവിധം 2ആയി കേട്ടോ. എന്നാൽ ചെറിയ കഷ്ണങ്ങളായാലൊന്നും കുഴപ്പമില്ല. എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചെറിയ കടലയാകുമ്പോൾ ഒന്നും കൂടി ഭംഗിയായിട്ട് വരും. ഇടയ്ക്കൊക്കെ ഓരോന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ നമുക്കൊന്നിങ്ങനെ നോക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കര പാവ് കാച്ചാം. ഈ 1 കപ്പ് ശർക്കരയാണല്ലോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുറഞ്ഞ അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി, അപ്പോൾ വേഗം പാവായിക്കോളും. 1 നൂൽ പാകം എന്ന് പറയില്ലേ, ആ ഒരു പാകമാണ് നമുക്ക് ശർക്കര പാവ് വേണ്ട കേട്ടോ. നമുക്ക് വെള്ളം ഇതാ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം കൂടിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശർക്കര പാവ് ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടിയും ടൈറ്റ് ആവണം. ഇതിൽ കുറച്ച് എള്ള് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ നമ്മൾ വാങ്ങണേലും ഒന്നും ഉണ്ടാവില്ല. അതിൽ എള്ള് ചേർക്കുകയാണെങ്കിൽ നല്ല സ്വാദാവൂട്ടാ. അത് വെളുത്ത എള്ള് തന്നെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. വെളുത്ത എള്ള് കിട്ടുമല്ലോ, അതായത് കറുത്ത എള്ളിൻ്റെ തൊലി കളഞ്ഞതാണ് ഈ വെളുത്ത എള്ള്. ഇതായിട്ട് അതിലേക്ക് നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കാം. വേഗം ഒന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്നൊന്ന് സ്പീഡിൽ ചെയ്യണം ഇത്. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. പരത്തി ഒഴിച്ചു കൊടുക്കാം. ഇത് വേഗം സെറ്റാവും. പെട്ടെന്നത് പരത്തി കൊടുക്കാം. ഈ കടയിലെ പോലെ ഷേപ്പായില്ലെങ്കിലും നമുക്കൊന്നങ്ങോട്ട് ഇങ്ങനെ ആയാൽ മതി. നമുക്ക് ഈ റോളർ കൊണ്ട് ഇതൊന്നൊന്ന് ഊറ്റി കൊടുക്കാം.
ഇനി നമുക്ക് ഈ സൈഡ് ഒന്നാണ്ട് സെറ്റാക്കാം. നമ്മൾ സെറ്റാക്കി അതേപോലെ തന്നെ നമ്മൾ നെയ്യ് പറ്റിയിട്ടുണ്ടല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അത്ര ഭംഗിയൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കണതല്ലേ. ഒന്ന് തണുത്താലേ ഒന്നും കൂടി തണുക്കട്ടെ, എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ മണം കേട്ടിട്ടേ കറുത്ത ഉറുമ്പ് മെല്ലെ വരുന്നു, നെയ്യിൻ്റെ മണം കേട്ടിട്ട്. ഇതൊന്ന് സെറ്റ് ആവട്ടെ എടുത്തിട്ട്, എന്നിട്ട് നമുക്കിത് ഒന്നും കൂടി ഇങ്ങനെ മെല്ലെ റോളർ കൊണ്ട് ഞാൻ ഒറ്റി കൊടുക്കാം. അധികം ഒറ്റിയാൽ ഇത് മൂട്ടി പിടിച്ചെങ്കിലോ ഒന്ന് പേടിയുണ്ട്. അതിനാണ് ഞാൻ ഈ റോളറുമേ നെയ്യ് പരത്തി കൊടുത്തത്. ഇത് ഗ്രാനൈറ്റിൻ്റെ ചപ്പാത്തി പലകയാണ്, അപ്പോൾ അത് രസമായിട്ട് പോരും. ഇനി നമുക്കിത് മെല്ലെ ഒന്നാണ്ട് മുറിച്ചെടുക്കാം. അപ്പം എന്നാൽ അതിൽ തന്നെ അതിട്ട് പോന്നോളൂ കേട്ടോ. ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി ഇന്ന് നന്നായിട്ട് സെറ്റാവും, അപ്പോൾ നമുക്ക് മുറിക്കാൻ പറ്റില്ല. ഇങ്ങനെ ആക്കിയാൽ മതി. ഇപ്പം തന്നെ അത് സെറ്റായി തുടങ്ങി. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പീസായിട്ട് എടുക്കാം. ഇതിങ്ങനെ അടത്തിയെടുക്കാം. ഒന്ന് നന്നായി തണുക്കട്ടെ. ഞാൻ വിചാരിച്ചധികം നന്നായിട്ടാ കടലമുട്ടായി. നമുക്ക് കടലമുട്ടായി അടത്തി എടുക്കാം കേട്ടോ. ഇത് പീസായിട്ട് പോയിട്ട് നോക്കൂ. അങ്ങനെ ഞാൻ ഓരോന്ന് അങ്ങനെ അടത്തിയെടുക്കട്ടെ കേട്ടോ. ഇനി അടുത്തത് അടത്തിയെടുക്കാം. നമ്മൾ നേരത്തെ അങ്ങനെ വരച്ച് വെച്ചിരുന്നല്ലോ, ഞാൻ ഇതൊക്കെ അടത്തിയെടുത്തിട്ട് നമുക്ക് കാണിക്കാം. ഇനി ഇത് അടത്തിയെടുത്ത പോലെ തന്നെ നമുക്ക് അടുത്തതും അടത്തിയെടുക്കാം കണ്ടോ. ഇതിങ്ങനെ നടന്ന് പോരുന്നു. അതിങ്ങനെ ഉറക്കണതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനെ പീസാക്കി വെച്ച കാരണം ഇത് അടത്തിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പം നന്നായിട്ട് ഉറച്ചു. 1 മണിക്കൂറോളം ഞാൻ ഇത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഫാൻ ഇട്ടിട്ടാണ് വെച്ചത്. അപ്പോൾ നമുക്കിനി ഇതെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കടലമുട്ടായിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലമുട്ടായി കണ്ടോ, നല്ല അടിപൊളിയായി, നല്ല ക്രിസ്പി ആയിട്ട് കണ്ടോ. എന്തിനാ കടയിലേക്കൊക്കെ പോണേ കടലമുട്ടായി വാങ്ങാൻ, നമുക്ക് തന്നെ ഉണ്ടാക്കാം അല്ലേ. വളരെ എളുപ്പം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതേ അളവിൽ തന്നെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ശരിക്കും റെഡിയാവും. നല്ല കടലമുട്ടായി നിങ്ങൾക്ക് കിട്ടും. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരും. എല്ലാവർക്കും ഒന്നുകൂടി ദീപാവലി ആശംസകൾ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. അതിനെന്നെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.